അസ്സലാമുഅലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയപ്പെട്ട കൂട്ടുകാരെ, സാംസ്കാരിക കേരളത്തിന്റെ നെറുകയിൽ സർഗവസന്തത്തിന്റെ അലയൊലികൾ ആസ്വദിച്ചുകൊണ്ട് SSF നോർത്ത് ജില്ലാ സാഹിത്യോത്സവം 2026 ഈ വർണ്ണാഭമായ വേദിയിൽ ഞാൻ നിങ്ങളോട് ഒരു കഥ പറയാം. എൻ്റെ കഥയുടെ പേര് ആട്ടിടയന്റെ പ്രയാണം. എല്ലാ പ്രവാചകന്മാരും ചരിത്രത്തിൽ ആട്ടിടയന്മാരായിട്ടുണ്ട്. ആട്ടിൻപറ്റത്തെ മേയിച്ചാണ് അവർ സമൂഹത്തെ സൽവരിയിലാക്കാൻ പരിശീലിച്ചത്. അന്ത്യപ്രവാചകർ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ആടുകളെ മേയിച്ചിട്ടുണ്ട്. ഇതാ ഒരു ആട്ടിടയന്റെ മനോഹരമായ സംഭവത്തിലേക്ക്. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ഉറ്റ ചങ്ങാതി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മക്കയിലെ ഒരു വലിയ മലഞ്ചരിവിലൂടെ സഞ്ചരിക്കുകയായിരുന്നു. വഴിയിൽ അല്പമകലെ ഒരു വലിയ ആട്ടിൻകൂട്ടത്തെയും അവയെ മേയ്ക്കുന്ന ആട്ടിടയനെയും അവർ കണ്ടു. പാറക്കൂട്ടങ്ങൾക്കിടയിലൂടെ നടന്നു നീങ്ങുകയായിരുന്ന മുത്തുനബി തങ്ങൾക്കും സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനും നല്ല ദാഹമുണ്ടായിരുന്നു. ആട്ടിടയൻ അരികിലെത്തിയതും ഈ ആടുകളിൽ നിന്നും കുടിക്കാൻ അല്പം പാൽ നൽകുമോ എന്ന് ഇരുവരും ചോദിച്ചു. അപ്പോൾ ആട്ടിടയൻ പറഞ്ഞു, ഞാൻ വിശ്വസ്തനായ ഒരു ഇടയനാണ്. എന്റെ യജമാനന്റെ സമ്മതമില്ലാതെ എനിക്ക് ഈ ആടുകളിൽ നിന്നും പാൽ നൽകാനാവില്ല. ഉക്കബത്തുബിനു അബീഹുദിന്റെ ആട്ടിൻകൂട്ടങ്ങളായിരുന്നു അത്. ഉടനെ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, കൂട്ടത്തിൽ പ്രസവിക്കാത്തതോ കറവ പറ്റിയതോ ആയ ആടുകളുണ്ടോ? അതെ, ഉണ്ട്. ഇടയൻ ആട്ടിൻപറ്റത്തിൽ നിന്നും കറവ പറ്റിയ 1-2 എണ്ണത്തെ കാട്ടിക്കൊടുത്തു. മുത്തുനബി തങ്ങളും സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അതിൽ നിന്നും ഒരാടിനെ പിടിച്ചു. ശേഷം അല്ലാഹുവിന്റെ നാമം ഉരുവിട്ട് അതിന്റെ അകിടിൽ തടവുകയും ദുആ ചെയ്യുകയും ചെയ്തു. ഇതൊക്കെ അതീവ ശ്രദ്ധയോടെ ആട്ടിടയൻ വീക്ഷിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴേക്കും ഇതാ അത്ഭുതം, അത്യത്ഭുതം! വറ്റിക്കിടന്ന ആടിന്റെ അകിട് മറ്റുള്ളതിനേക്കാൾ നിറഞ്ഞു നിൽക്കുന്നു. ഉടൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കൊണ്ടുവന്ന പാത്രത്തിലേക്ക് മുത്തുനബി ആ പാൽ കറന്നെടുത്തു. രണ്ടുപേരും മതിവരുവോളം കുടിക്കുകയും ബാക്കി ആട്ടിടയന് കുടിക്കാൻ നൽകുകയും ചെയ്തു. അപ്പോൾ ആട്ടിടയന് മുത്തുനബിയോടുള്ള അതിരുകളില്ലാത്ത സ്നേഹം, അത് തീരത്തെ ചുംബിക്കുന്ന തിരമാലകളെ പോലെ ആട്ടിടയന്റെ മനസ്സിലേക്ക് വാരിപ്പുണർന്നപ്പോൾ ഏറെ ആശ്ചര്യത്തോടെ ആട്ടിടയൻ അത് വാങ്ങി കുടിച്ചു. മുത്തുനബി ഉരുവിട്ട ദിവ്യവചനങ്ങളും അതിനുശേഷമുണ്ടായ ഈ അത്യത്ഭുതവും ആട്ടിടയന്റെ മനസ്സിനെ വല്ലാതെ സ്വാധീനിച്ചിരുന്നു. മുത്തുനബിയെ സമീപിച്ചുകൊണ്ട് അദ്ദേഹം ചോദിച്ചു, നിങ്ങൾ ഉരുവിട്ട ആ മനോഹരമായ വചനങ്ങൾ എനിക്കും ഒന്ന് പഠിപ്പിച്ചു തരുമോ? മുത്തുനബി വളരെ സ്നേഹത്തോടു കൂടി അദ്ദേഹത്തിന്റെ തല തലോടുകയും ദുആ ചെയ്യുകയും ചെയ്തു. അധികം വൈകാതെ തന്നെ ഈ സംഭവം ആട്ടിടയനെ വിശുദ്ധ ഇസ്ലാമിലേക്ക് എത്തിച്ചു. ആടുകളെ മേച്ചുകൊണ്ട് നടന്ന ആട്ടിടയൻ ആരെന്നറിയണ്ടേ? അതെ, പിൽക്കാലത്ത് സ്വഹാബികളുടെ കൂട്ടത്തിലെ പ്രമുഖ പണ്ഡിതൻ, മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചെരുപ്പുവാഹകനും രഹസ്യ സൂക്ഷിപ്പുകാരനും തുടങ്ങി നിരവധി വിശേഷണങ്ങൾക്ക് ഉടമയായി തീർന്ന മഹാനരായ അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു. കൂട്ടുകാരെ, നിങ്ങൾക്ക് ഈ കഥയിലൂടെ എന്താണ് വായിച്ചെടുക്കാൻ സാധിച്ചത്? മുത്തുനബിയുടെ മുഅ്ജിസത്ത് നേരിട്ട് കണ്ട് സ്വഹാബിയായി മാറിയ ആട്ടിടയന്റെ പ്രയാണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കാണുമല്ലോ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കൊച്ചു കഥ ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.